നോക്കാം. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അംഗങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ പങ്കെടുക്കാൻ സാധിക്കും. ഗ്രാമീണ സ്ത്രീ സംരംഭകർക്കും ഈ ഒരു പദ്ധതിയിൽ പങ്കെടുക്കാൻ സാധിക്കും. വീട്ടിൽ നിന്ന് ചെറിയ രീതിയിൽ ബിസിനസ് നടത്തുന്ന സ്ത്രീകൾക്കും ഈ ഒരു സ്കീമിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഭക്ഷണ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്ത്രീകൾക്കും പങ്കെടുക്കാവുന്നതാണ്. കൈത്തറി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നവർ, വനിതാ കർഷകർ, അതുപോലെ തന്നെ വുമൺ പ്രൊഡ്യൂസർ ഗ്രൂപ്പ്സ് എന്നിവർക്കെല്ലാം ഈ ഒരു പദ്ധതിയിൽ പങ്കെടുക്കാൻ സാധിക്കും. ഈ ഒരു പദ്ധതി പ്രധാനമായും ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഗ്രാമങ്ങളിലും ചെറിയ നഗരങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകളെ ഒരു ഓൺട്രപ്രണറാക്കി മാറ്റുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഷീമാർട്ടിൽ വിൽക്കാൻ സാധിക്കുന്ന പ്രോഡക്ട്സ്, വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫുഡ് പ്രോഡക്റ്റ് നമുക്ക് ഇതിലൂടെ വിൽക്കാൻ സാധിക്കും. അതിൽ വരുന്നതാണ് വീട്ടിലുണ്ടാക്കിയ സ്നാക്സ്, മില്ലറ്റ് ഭക്ഷണങ്ങൾ, അച്ചാർ, മസാലപ്പൊടികൾ. അതുപോലെ തന്നെ നമുക്ക് ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റുകളും ഈ ഒരു മാർട്ടിൽ വിൽക്കാൻ സാധിക്കും. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹാൻഡിക്രാഫ്റ്റ്, കൈത്തറി വസ്ത്രങ്ങൾ, ഡെക്കറേഷൻ ഉൽപ്പന്നങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് നാച്ചുറൽ പ്രോഡക്റ്റും സെയിൽ ചെയ്യാൻ സാധിക്കും. അതിൽ വരുന്നതാണ് ഹെർബൽ ബ്യൂട്ടി ഉൽപ്പന്നങ്ങൾ, ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ. മറ്റൊരു സെക്ഷനാണ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്. അതിൽ വരുന്നതാണ് വാല്യൂ ആഡഡ് ഫാം പ്രോഡക്ട്സ്. ഇത്തരത്തിൽ നമ്മളുടെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വലിയൊരു വിപണിയിൽ എത്തുകയും നമുക്ക് കൂടുതൽ ലാഭം നേടാനുള്ള ഒരു സാധ്യതയാണ് ഷീമാർട്ട് എന്ന പദ്ധതിയിലൂടെ നമ്മളുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പാണ്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൽ അംഗത്വം സ്വീകരിക്കുക എന്നതാണ് ആദ്യത്തെ പടി. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ലോക്കൽ റൂറൽ ഡെവലപ്മെന്റ് ഓഫീസിലോ അതും അല്ലെങ്കിൽ മിഷൻ ലൈവ്ലിഹുഡ് മിഷൻ ഓഫീസിലോ ബന്ധപ്പെടുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട മൂന്നാമത്തെ സ്റ്റെപ്പാണ്, നിങ്ങൾ ഏത് പ്രോഡക്റ്റ് ആണോ സെൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഉൽപ്പന്നങ്ങൾ SHG വഴി രജിസ്റ്റർ ചെയ്യണം. നാലാമത്തെ സ്റ്റെപ്പാണ് ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം, പാക്കേജിംഗ്, മാർക്കറ്റിംഗ് എന്നിവ ഉൾപ്പെടുന്ന പരിശീലനത്തിൽ പങ്കുചേരുക എന്നതാണ് നാലാമത്തെ സ്റ്റെപ്പ്. അഞ്ചാമത്തെ അവസാനത്തെ സ്റ്റെപ്പാണ്, നിങ്ങളുടെ ആ ഒരു പ്രോഡക്റ്റിന് അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷീമാർട്ട് വഴി നിങ്ങളുടെ പ്രോഡക്റ്റ് സെൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഷീമാർട്ടിലേക്ക് ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു പദ്ധതിയിൽ എങ്ങനെയാണ് പങ്കെടുക്കാൻ സാധിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമുക്ക് ഷീമാർട്ട് എന്ന പദ്ധതിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു പദ്ധതി സ്ത്രീകൾക്ക് നിരവധി ഗുണങ്ങൾ നൽകുന്നു. അവയാണ് മാർക്കറ്റിലുള്ള ഡയറക്റ്റ് ആക്സസ് ഈ ഒരു പദ്ധതിയിലൂടെ നേടാൻ സാധിക്കും. ഈ ഒരു പദ്ധതിയിലൂടെ കൂടുതൽ വരുമാനം നേടാൻ സാധിക്കും. അതുപോലെ തന്നെ സ്വന്തമായി ബിസിനസ് ആരംഭിക്കാനും സാധിക്കും. അത് മാത്രമല്ല, സാധാരണയായി സ്ത്രീകൾ ആ ഒരു ഗ്രാമപ്രദേശങ്ങളിൽ ബിസിനസ് ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ അവരുടെ പ്രോഡക്റ്റ് നൽകുന്നത് മിഡിൽ മാൻ ആണ്. അവരാണ് അത് മാർക്കറ്റിൽ എത്തിച്ച് കൂടുതൽ ലാഭം നേടുന്നത്. പക്ഷേ ഈ ഒരു ഷീമാർട്ട് എന്ന പദ്ധതി വരുമ്പോൾ സ്ത്രീകൾക്ക് ഡയറക്റ്റായി അവരുടെ പ്രോഡക്റ്റ് ഷീമാർട്ടിലൂടെ സെൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി മുതൽ മിഡിൽ മാൻമാരുടെ ആവശ്യമില്ല. അവർക്ക് അവരുടെ പ്രോഡക്റ്റിന്റെ ശരിയായ ആ ഒരു വിലയും ലഭിക്കുന്നു. അവർക്ക് കൂടുതൽ ലാഭം നേടാനും സാധിക്കുന്നു. അത് മാത്രമല്ല, പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് ബ്രാൻഡിംഗ് നേടാൻ സാധിക്കും. അതുപോലെ തന്നെ ഗ്രാമീണ സാമ്പത്തിക വികസനവും ഇതിലൂടെ നേടാൻ സാധിക്കുന്നു. ഇതിലെല്ലാം ഉപരിയായി സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ സാധിക്കുന്നു എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായി അല്ലെങ്കിൽ ഒരു പ്രധാന ഗുണമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ മുകളിൽ ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ആരംഭിച്ചത്. എന്താണ് ഷീമാർട്ട്, ആർക്കൊക്കെയാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നേടാൻ സാധിക്കുന്നത് എന്നിങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആരംഭിച്ചത്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം വളരെ കൃത്യമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച്, ഷീമാർട്ട് എന്ന ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. നമുക്ക് അതൊക്കെ ക്ലിയർ ചെയ്യാം. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, കൂടുതലായി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കും മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചും വീഡിയോസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെ കമന്റ് ഞാൻ വായിക്കുന്നുണ്ട്. നമുക്ക് ഓരോ ദിവസവും അതിനെക്കുറിച്ചുള്ള വീഡിയോസും ആ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഒക്കെ നടത്താം. അതുപോലെ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. Bosswala. Be the boss.